ഐഷി ഘോഷിന് എതിരായ പോലീസ് വാറണ്ടിന് സ്റ്റേ. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞ കോടതി. 2021 ബംഗ്ലാ ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതിയുടെ ഉത്തരവ് വരുന്നത്. വിഷ്ണുപ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, അങ്ങനെ താൽക്കാലിക ആശ്വാസം ലഭ്യമാകുകയാണോ? അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി എപ്പോഴാണ് ഉണ്ടായത്? മറ്റെന്തെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നും പറയുന്നുണ്ടോ? എന്ത് കാര്യങ്ങളാണ് അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടിയത്? പ്രജീഷ്, 2021 ബംഗ്ലാ ഭവൻ മാർച്ച് SFI മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്നലെ നാടകീയ സംഭവങ്ങൾക്ക് ഡൽഹിയിലെ CPIM ആസ്ഥാനം വേദിയായത്. CPIM ആസ്ഥാനത്തേക്ക് എത്തിയ 3 പോലീസ് ഉദ്യോഗസ്ഥർ ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇടത് നേതാക്കൾ, അതായത് CPIM നേതാക്കളായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവരും അതോടൊപ്പം തന്നെ SFI നേതാക്കളും എത്തി പോലീസിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഏപ്രിൽ മാസത്തിൽ കേസ് പരിഗണിച്ചപ്പോൾ ആ കേസിൽ കോടതിയിൽ ഐഷി ഘോഷ് ഹാജരായിരുന്നില്ല എന്നതാണ് ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ കാരണമായി പോലീസ് പറയുന്നത്. എന്തായാലും കേസ് 30-ാം തീയതി, അതായത് നാളെ പരിഗണിക്കാനിരിക്കുകയായിരുന്നു പോലീസിന്റെ ചെറുക്കപ്പെട്ടുള്ള നീക്കം. ഇതിനെതിരെയാണ് ഇന്നിപ്പോൾ കോടതിയെ ഐഷി ഘോഷിന്റെ അഭിഭാഷകൻ സമീപിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ വാറന്റിന് സ്റ്റേ നൽകിയിരിക്കുകയാണ്. ഇനി കേസ് വീണ്ടും പരിഗണിക്കുന്ന ദിവസം വരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകരുത് എന്നാണ് കോടതി പറയുന്നത്. അതായത് നാളെയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. നാളെ കേസ് പരിഗണിക്കുന്നത് വരെ ഇനി ഐഷിയുടെ അറസ്റ്റിലേക്ക് എന്തായാലും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും വരുന്നത്.